Good morning students. Welcome to a dream classroom. ഇന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 2 എന്ന ബുക്സിലെ ബ്ലോക്ക് ഫസ്റ്റിലെ 4th യൂണിറ്റ് ആണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി സെക്കൻഡ് ബ്ലോക്ക് 1 യൂണിറ്റ് 4. എന്താണ് യൂണിറ്റിൻ്റെ പേര്? കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ്. സംഘർഷ കാഴ്ചപ്പാടുകൾ. കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് എന്ന ചാപ്റ്ററാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് ദ ക്ലാസിക്കൽ തിയറിസ്റ്റ്. ക്ലാസിക്കൽ തിയറിസ്റ്റുകളെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഒരു കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് എന്ന ചാപ്റ്ററിലൂടെ ക്ലാസിക്കൽ തിയറിസ്റ്റുകളെ കുറിച്ചാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ക്ലാസിക്കൽ തിയറിസ്റ്റുകൾ ആരൊക്കെയാണെന്നൊക്കെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ കുട്ടികളെ ഈ ക്ലാസിക്കൽ തിയറിസ്റ്റുകളെ കുറിച്ച് വിശകലനം നടത്തുമ്പോൾ നിങ്ങളുടെ ബുക്കിൽ സ്റ്റഡി മെറ്റീരിയൽ ആണെങ്കിലും ബുക്കാണെങ്കിലും അതിൽ പേജ് നമ്പർ 44 നോക്കുക. പേജ് 44 വരുന്ന കാര്യങ്ങളാണ് ടീച്ചർ 44 വരുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻസും ആണ്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. 44, 45, 46 അങ്ങനെ 3 പേജുകളിലായിട്ട് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് ക്ലാസിക്കൽ തിയറിസ്റ്റിൽ എന്ന ആ ടോപ്പിക്കിൽ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ പേജ് 44 പറയുന്ന ആ വലിയൊരു പാരഗ്രാഫിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ടീച്ചർ ഇവിടെ ഷോർട്ടാക്കി എഴുതിയിട്ടിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഈ ഒരു ടോപ്പിക് തന്നെ 45 പറയുന്നതും 46 പറയുന്ന കാര്യങ്ങളും കൂടി അനലൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് പേജ് 44 ക്ലാസിക്കൽ തിയറിസ്റ്റുകളെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പരാമർശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കൂ. ദ ക്ലാസിക്കൽ തിയറിസ്റ്റ് ഓഫ് കോൺഫ്ലിക്റ്റ് വെർ മാക്രോ ഹിസ്റ്റോറിക്കൽ കുറിച്ചുള്ള ക്ലാസിക്കൽ തമ്മിലുള്ള മേജർ സോഷ്യൽ ഗ്രൂപ്പ് പറഞ്ഞാൽ എന്താ? പ്രധാന സാമൂഹിക കൂട്ടായ്മകൾ തമ്മിലുള്ള താല്പര്യ വിരുദ്ധതകളാൽ താല്പര്യത്തിന്റെ വ്യത്യാസങ്ങളാൽ സാമൂഹിക ഘടനയിൽ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളെയാണ് ഇവ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അപ്പോൾ സാമൂഹിക ഘടനയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെയാണ് ഈ ഒരു തിയറിയിൽ എന്ത് ചെയ്തത്? ക്ലാസിക്കൽ തിയറിസ്റ്റുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. സാമൂഹിക ഗ്രൂപ്പുകളിൽ വരുന്ന മാറ്റങ്ങളെ. അപ്പോൾ ഈ ഒരു ക്ലാസിക്കൽ അതായത് കോൺഫ്ലിക്റ്റ് തിയറി എന്ന് പറയുന്ന ഈ ആദ്യകാല ക്ലാസിക്കൽ തിയറികൾ ഒരു മാക്രോ ഹിസ്റ്റോറിക്കലാണ്. ഒരു മാക്രോ പറഞ്ഞാൽ എന്താണ്? വിപുലമായിട്ടുള്ള ചരിത്രരേഖയാണ്. മാത്രമല്ല അത് പ്രധാന സാമൂഹിക കൂട്ടായ്മകൾ തമ്മിലുള്ള
താല്പര്യ വ്യത്യാസങ്ങളിൽ അല്ലെങ്കിൽ സാമൂഹിക ഘടനയിൽ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളിലാണ് അവ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അപ്പം സോഷ്യൽ ഗ്രൂപ്പുകൾ തമ്മിലുണ്ടാകുന്ന ആ താല്പര്യ വിരുദ്ധത അഥവാ ഇൻട്രസ്റ്റ്, ഒപ്പോസിങ് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയും. സോഷ്യൽ ഗ്രൂപ്പുകൾ തമ്മിലുണ്ടാകുന്ന ആ ഇൻട്രസ്റ്റിലുണ്ടാകുന്ന ഒപ്പോസിങ് വിരുദ്ധത, അവയെ കുറിച്ചൊക്കെയാണ് ക്ലാസിക്കലിസ്റ്റുകൾ എന്ത് ചെയ്തത്. അപ്പൊ അവയിലുണ്ടാകുന്ന മാറ്റങ്ങളിലാണ് ക്ലാസിക്കൽ തിയറിസ്റ്റുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇപ്പൊ ക്ലാസിക്കൽ തിയറിസ്റ്റുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്തിലാണ്? സാമൂഹിക ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന ഒപ്പോസിങ് ഇൻട്രസ്റ്റ്, അതായത് സാമൂഹിക ഗ്രൂപ്പുകൾ തമ്മിലുണ്ടാകുന്ന താല്പര്യ വിരുദ്ധതയിലാണ് ക്ലാസിക്കൽ തിയറിസ്റ്റുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് എന്താ? Karl Marx provide the most comprehensive explanation of social change through conflict. അതായത് ക്ലാസിക്കൽ സിദ്ധാന്തകന്മാരിൽ ഒരാളായ കാറൽ മാക്സ്, അദ്ദേഹം ഒരു ക്ലാസിക്കൽ തിയറിസ്റ്റ് ആട്ടോ. അപ്പൊ ഒരു ക്ലാസിക്കൽ തിയറിസ്റ്റ് ആയിട്ടുള്ള കാറൽ മാക്സ് പ്രൊവൈഡ് മോസ്റ്റ് കമ്പാരൻസീവ് എക്സ്പ്ലനേഷൻ ഓഫ് സോഷ്യൽ ചേഞ്ച് ത്രൂ കോൺഫ്ലിക്റ്റ്. ഇപ്പൊ ക്ലാസിക്കൽ സിദ്ധാന്തകന്മാരിൽ ഒരാളായിട്ടുള്ള കാറൽ മാക്സ് ആണ് സംഘർഷത്തിലൂടെ സാമൂഹിക മാറ്റങ്ങളെ സമഗ്രമായി വിശദീകരിച്ചത്. ഇപ്പൊ കോൺഫ്ലിക്റ്റിലൂടെ സോഷ്യൽ ചേഞ്ചിനെ വിശദീകരിച്ചത് ആരാ? കാറൽ മാക്സ്. സാമൂഹിക മാറ്റത്തെ ഒരു കോൺഫ്ലിക്റ്റിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തത് ആരാണ്? കാറൽ മാക്സ്. ഇപ്പൊ ക്ലാസിക്കൽ തിയറിസ്റ്റ് ആയിട്ടുള്ള കാറൽ മാക്സ് ആണ് കോൺഫ്ലിക്റ്റിലൂടെ സോഷ്യൽ ചേഞ്ചിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇപ്പൊ സോഷ്യൽ ചേഞ്ചിനെ എക്സ്പ്ലെയിൻ ചെയ്തത്, കോൺഫ്ലിക്റ്റിലൂടെ സോഷ്യൽ ചേഞ്ചിനെ എക്സ്പ്ലെയിൻ ചെയ്ത ഫസ്റ്റ് ക്ലാസിക്കൽ തിയറിസ്റ്റ് ആരായിട്ട് അറിയപ്പെടുന്നത്? കാറൽ മാക്സ്. അതേപോലെ ഹിസ് തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, സാമ്പത്തിക ഷാഫി
ലെവലിലൂടെയാണ് അദ്ദേഹം കോൺഫ്ലിക്റ്റ് തിയറിയെ വിശദീകരിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, അക്കോർഡിംഗ് ടു മാക്സിന്റെ അഭിപ്രായത്തില് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് ഉള്ളതാണ് ആര്? ഓണേഴ്സ് അഥവാ ബൂർഷാസി. അപ്പൊ ഒരു പ്രോപ്പർട്ടി ഓണർഷിപ്പ് ഉള്ളവരെ ഏത് പേരിൽ വ്യാഖ്യാനിക്കാം എന്നാണ് മാക്സ് പറയണത്? കാറൽ മാക്സ് പ്രോപ്പർട്ടി ഓണർഷിപ്പ് ഉള്ളവരെ എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നാ പറയണത്? ബൂർഷാസി, ബൂർഷ എന്ന് വ്യാഖ്യാനിക്കാം. എന്നാ പ്രോളിറ്റേറിയറ്റ് പറഞ്ഞാൽ ആരാ? വർക്കേഴ്സ്. ഈ ഓണറിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളിയെ ഏത് പേരിൽ അദ്ദേഹം പരാമർശിച്ചത്? പ്രോളിറ്റേറിയറ്റ് ഓർ വർക്കേഴ്സ്. അപ്പൊ ഇവിടെ ആരൊക്കെ തമ്മിലാണ് സംഘർഷം? ക്ലാസ് കോൺഫ്ലിക്റ്റ് ആരൊക്കെ തമ്മിലാണ് ഉണ്ടാവുന്നത്? അതായത് പ്രോപ്പർട്ടിയുടെ ഓണർ ആയിട്ടുള്ള ബൂർഷാസിയും പ്രോളിറ്റേറിയറ്റ് ആയിട്ടുള്ള വർക്കേഴ്സും തമ്മിലാണ് ഇവിടെ ക്ലാസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് എന്ന ളിനെ പ്രസ്താവിച്ചു. ത്തിലേക്ക് കൈവരിക്കാൻ കഴിയുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസിക്കൽ തിയറിസ്റ്റ് ആണ് പറഞ്ഞു കഴിഞ്ഞത്. അതിൻ്റെ ബാക്കി വരുന്ന പേജ് നമ്പർ 45 വരുന്ന കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസിക്കൽ തിയറിസ്റ്റിലെ പേജ് നമ്പർ 45 വരുന്ന കാര്യങ്ങൾ, അത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെയാണ് ടീച്ചറോട് ഷോർട്ടാക്കി എഴുതിയിട്ടിട്ടുള്ളത് കേട്ടോ.
ദ ക്ലാസിക്കൽ തിയറിസ്റ്റ് എന്ന ആ ടോപ്പിക്കിൽ 44 വരുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പേജ് നമ്പർ 45 പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അവിടെ ക്ലാസിക്കൽ തിയറിസ്റ്റിനെ കുറിച്ച് പറയാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. The conflict perspective views society as a dynamic arena of inequality and struggle among groups competing for power and resources. അതായത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കൂ. ദ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് വ്യൂ സൊസൈറ്റി ആസ് എ ഡൈനാമിക് അറീന ഓഫ് ഇൻഇക്വാലിറ്റി ആൻഡ് സ്ട്രഗിൾ എമംഗ് ഗ്രൂപ്പ് കോമ്പറ്റിംഗ് ഫോർ പവർ ആൻഡ് റിസോഴ്സസ്. സമൂഹത്തെ അധികാരങ്ങളും സമൂഹത്തിൻ്റെ പവർ അതേപോലെ തന്നെ വിഭവങ്ങളും റിസോഴ്സും കൈവശപ്പെടുത്താൻ ഗ്രൂപ്പുകൾ തമ്മിലുള്ള അസമത്വവും സംഘർഷവും നിലനിൽക്കുന്ന ഒരു വേദിയായിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്? കോൺഫ്ലിക്റ്റിനെ കാണുന്നത്. ഇപ്പോൾ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിൻ്റെ പവർ അധികാരം, റിസോഴ്സ് വിഭവം. അപ്പോൾ സമൂഹത്തിലെ പവറും അധികാരവും അതേപോലെ തന്നെ പിന്നെന്താണ് വിഭവവും. അപ്പോൾ സമൂഹത്തിൻ്റെ അധികാരവും അതേപോലെ തന്നെ സമൂഹത്തിലെ വിഭവങ്ങളും നേടിയെടുക്കാൻ വേണ്ടി വ്യത്യസ്ത ഗ്രൂപ്പുകൾ തമ്മിലുള്ള അസമത്വമായ സംഘർഷം നിലനിൽക്കുന്നു. അപ്പോൾ ഈ പവറും റിസോഴ്സും നേടിയെടുക്കാൻ വേണ്ടി സമൂഹത്തിലെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുന്നു? പലതരത്തിലുള്ള സ്ട്രഗിള് നടത്തപ്പെടുന്നു. അപ്പം അത്തരത്തിലുള്ള സ്ട്രഗിളിനെയാണ് ഇവിടെ എന്ത് പറയുന്നത്? കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് അഥവാ സംഘർഷ കാഴ്ചപ്പാട് എന്നതുകൊണ്ട് ഈ ഒരു പാരഗ്രാഫിൽ എന്താണ് വിശദീകരിക്കുന്നത്? സമൂഹത്തിലെ അധികാരവും വിഭവങ്ങളും കൈവശപ്പെടുത്താൻ ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷവും അസമത്വവും നിലനിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഇൻഈക്വാലിറ്റിയും സ്ട്രഗിളും നിലനിൽക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? പവറും റിസോഴ്സും നേടിയെടുക്കാൻ വേണ്ടി. അപ്പോൾ സമൂഹത്തിൽ നിന്നും അധികാരവും വിഭവങ്ങളും നേടിയെടുക്കാൻ വേണ്ടി പല ഗ്രൂപ്പുകൾ എന്ത് ഉളവാക്കുന്നുണ്ട്? ഇൻഈക്വാലിറ്റിയും സ്ട്രഗിളും ഇവിടെ അസമത്വവും അതേപോലെ തന്നെ സമരവും നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ആ ഒരു സിറ്റുവേഷനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ വൈൽ ഇൻഫ്ലുവൻസ്ഡ് ബൈ മാർക്സ് ഇറ്റ് ഈസ് നോട്ട് ടൈഡ് ടു എനി specific political ideology. Instead, it focuses on identifying social forces that generate change. അതേപോലെ തന്നെ പിന്നീട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? വൈൽ ഇൻഫ്ലുവൻസ്ഡ് ബൈ മാർക്സ്. ഇത് ആരുടെ ആശയമാണ്? ആരുടെ ആശയത്തിൽ നിന്നാണ് ഇത് വരുന്നത്? മാർക്സ്. അതായത് മാർക്സിൻ്റെ ആശയങ്ങളിൽ നിന്നും സ്വാധീനമുണ്ടെങ്കിലും ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ ആശയധാരയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല. അപ്പം ഈ കാര്യങ്ങളൊക്കെ മാർക്സിൻ്റെ ആശയങ്ങളുമായിട്ടൊരു ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ പോലും instead it
He argued ഒരു സാമൂഹിക വർഗീകരണം, അതായത് ഒരു സാമൂഹിക തരമായിട്ടുള്ള സോഷ്യലായിട്ടുള്ള സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വർഗീകരണം അഥവാ പാളികൾ എന്നൊക്കെ പറയും. അപ്പോൾ ഒരു സാമൂഹികമായിട്ടുള്ള അഥവാ ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ മാത്രമല്ല കോൺഫ്ലിക്റ്റ് തിയറി. പിന്നെ അതെന്താണ്? വിവിധ തരത്തിലുള്ള ക്ലാസുകൾ തമ്മിലുള്ള സ്റ്റാറ്റസും പവറുമാണ്. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ പദവിയും അധികാരവുമാണ്. അപ്പോൾ മാക്സ് വെബറിന്റെ അഭിപ്രായത്തില് കോൺഫ്ലിക്റ്റ് തിയറി ഒരിക്കലും ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ മാത്രമായിട്ടല്ല നിലനിൽക്കുന്നത്. അത് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ പദവി, അത് പ്രിസ്റ്റേജ് എന്ന് പറയും, പവർ അധികാരവുമായിട്ടാണ് എന്തിന് നിലനിൽക്കുന്നത്? കോൺഫ്ലിക്റ്റ് തിയറി നിലനിൽക്കുന്നത് എന്നാണ് ആര് അഭിപ്രായപ്പെട്ടത്? മാക്സ് വെബറിന്റെ ഒപ്പീനിയൻ. വെബർ emphasized the role of social organization as instruments of domination and control. He identified their ideal type of authority, traditional, charismatic and rational legal. അതേപോലെ തന്നെ പിന്നെന്താണ് അദ്ദേഹം വാദിക്കുകയാണ്? മാക്സ് വെബർ emphasized the role of social organization. അദ്ദേഹം സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സാമൂഹിക കൂട്ടായ്മയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്താണ് ഇവിടെ? അതായത് സാമൂഹിക സംഘടനകളുടെ പങ്കിനെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്. വെബർ emphasized the role of social organization as instrument of domination and control. സോഷ്യൽ ഓർഗനൈസേഷന്റെ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡോമിനേഷനും കൺട്രോളുമാണ്. അപ്പൊ മാക്സ് വെബർ സോഷ്യൽ ഓർഗനൈസേഷന്റെ പങ്ക് എന്തായിട്ടാണ് പറയുന്നത്? ഓർഗനൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഓർഗനൈസേഷനെ ഐഡന്റിഫൈ ചെയ്യുന്നത് 3 ടൈപ്പുകളിലൂടെയാണ്. അതോറിറ്റി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അധികാരത്തെയും കരിസ്മാറ്റിക്കൽ ആൻഡ് റാഷണൽ ലീഗൽ. അതേപോലെ തന്നെ കരിസ്മാറ്റിക്കും അതേപോലെ പിന്നെന്താണ് റാഷണൽ ലീഗൽ എന്ന് പറഞ്ഞാൽ എന്താണ്? യുക്തിപരമായിട്ടുള്ള നിയമപരമായ കാര്യങ്ങൾ എന്നിങ്ങനെയാണ് അദ്ദേഹം സോഷ്യൽ ഓർഗനൈസേഷനെ ഐഡന്റിഫൈ ചെയ്തത്. അതേപോലെ തന്നെ പിന്നീട് അദ്ദേഹം പറയുകയാണ്, ത്രൂ ദ കൺസെപ്റ്റ് ഓഫ് ലെജിറ്റമസി വെബർ എക്സ്പ്ലെയിൻ ഹൗ ഡോമിനേഷൻ ബിക്കം അക്സെപ്റ്റഡ് ആൻഡ് സ്റ്റേബിൾ ഈവൻ വെൻ എക്സ്പ്ലോയിറ്റേറ്റീവ്. അതേപോലെ തന്നെ പിന്നെന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ത്രൂ ദ കൺസെപ്റ്റ് ഓഫ് ലെജിറ്റമസി, നിയമീകരണം വഴി, ലെജിറ്റമസി വഴി എന്താണ് ഇവിടെ ഉണ്ടാകുന്നത്?
Weber explained how domination became accepted the stable even when exploitative. അതായത് ലെജിറ്റിമസി എന്ന ആശയം വഴി ചൂഷണപരമായിട്ടുള്ള ചില ആധിപത്യങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. നിയമീകരണം, അതായത് വെബറിന്റെ അഭിപ്രായത്തിൽ ലെജിറ്റിമസി വഴി ഇവിടെ എന്തുണ്ടാവുന്നു എന്നാ പറയുന്നത്? ഡോമിനേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. ലെജിറ്റിമസി വഴി, അതായത് നിയമീകരണം വഴി ഡോമിനേഷനും ആധിപത്യവും അതേപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷനും ഉണ്ടാകാൻ കാരണമാകുന്നു എന്നാണ് ഇവിടെ മാക്സ് വെബർ വ്യക്തമാക്കുന്നത്. ഇതൊക്കെ ക്ലാസ് സ്ട്രഗിളിന് കാരണമാണ്. കരിസ്മാറ്റിക് മൂവ്മെന്റ് ഓഫ്റ്റൻ ബിക്കം റൂട്ടനൈസ്ഡ് ഓവർ ടൈം. ഡെവലപ്പിംഗ് ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചേഴ്സ് ആർ സീൻ ഇൻ ദ പ്രൊട്ടസ്റ്റന്റ് റീഫോർമേഷൻ. അതേപോലെ തന്നെ പിന്നെ അദ്ദേഹം പറയാണ്, കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങൾ ചിലപ്പോൾ ബ്യൂറോക്രാറ്റിക് ഘടനകൾ കൈവരിക്കുന്നതായി പ്രൊട്ടസ്റ്റന്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രൊട്ടസ്റ്റന്റിസ്റ്റുകൾ എന്ന സംഘർഷ
കോൺഫ്ലിക്റ്റ് ക്യാൻ ഹാവ് പോസിറ്റീവ് ഫങ്ഷൻ. സംഘർഷം എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനത്തെ പ്രവർത്തനമാണ്? ഒരു പോസിറ്റീവ് ഫങ്ഷനാണ്. സച്ച് ആസ് സ്ട്രെങ്തനിങ് ഗ്രൂപ്പ് കോയിഷൻ, അത് ശക്തിപ്പെടുത്തുന്നതിന് കാരണമാകുന്നു. ഗ്രൂപ്പുകളെ ശക്തിപ്പെടുത്തുന്നതിനും ഏത് കാരണമാകുന്നുണ്ട്? സംഘർഷം കാരണമാകുന്നുണ്ട്. കോഫർ ഇൻട്രൊഡ്യൂസ് ദ ഐഡിയ ഓഫ് അബ്സല്യൂട്ട് ഡിപ്രൈവേഷൻ ആൻഡ് റിലേറ്റീവ് ഡിപ്രൈവേഷൻ, ഹൈലൈറ്റിംഗ് ഹൗ പെർസീവ്ഡ്. അതേപോലെ തന്നെ ഈ കോഫർ ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 ഐഡിയാസുകളാണ് അബ്സല്യൂട്ട് ഡിപ്രൈവേഷൻ. എന്താ അബ്സല്യൂട്ട് ഡിപ്രൈവേഷൻ എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ ദാരിദ്ര്യത്തെക്കുറിച്ചും റിലേറ്റീവ് ഡിപ്രൈവേഷൻ എന്ന് പറഞ്ഞാൽ ആപേക്ഷിക ദാരിദ്ര്യത്തെക്കുറിച്ചും അദ്ദേഹം തിയറി ഐഡിയാസുകൾ വികസിപ്പിച്ചു. കോഫർ ഇൻട്രൊഡ്യൂസ് ദ ഐഡിയാസ് ഓഫ് അബ്സല്യൂട്ട് ഡിപ്രൈവേഷൻ ആൻഡ് റിലേറ്റീവ് ഡിപ്രൈവേഷൻ. വശങ്ങൾ എന്നിവ മുന്നോട്ട് സ്റ്റുഡൻസ്. അപ്പൊ നമ്മള് ക്ലാസിക്കൽ തിയറിസ്റ്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബാക്കി, അതായത് പേജ് നമ്പർ 46 വരുന്ന കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അത് കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ക്ലാസിക്കൽ തിയറിസ്റ്റില് 44 വരുന്നതും 45 വരുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 46 വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇത് ക്ലാസിക്കൽ തിയറിസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാലും സോഷ്യൽ കോൺഫ്ലിക്റ്റ് ചോദിച്ചു കഴിഞ്ഞാലും സെയിം ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. സോഷ്യൽ കോൺഫ്ലിക്റ്റ് ചോദിച്ചാലും ക്ലാസിക്കൽ തിയറിസ്റ്റ് ചോദിച്ചാലും സെയിം ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത്.
അതേപോലെ തന്നെ ഇത് 3 പേജുകളിലായിട്ടാണ് ഉള്ളത്. അതിൽ 44ഉം 45ഉം നമ്മൾ അനലൈസ് ചെയ്തു. ഇനി 46 ആണ് പറയുന്നത്. 45ല് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് കാറൽ മാക്സും മാക്സ് വെബറും ഗോസറും ഒക്കെ എങ്ങനെയൊക്കെയാണ് കോൺഫ്ലിക്റ്റിനെ കുറിച്ച് വിശദീകരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ഗോസർ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സോഷ്യൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പരാമർശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പേജ് നമ്പർ 46ത്തെ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ ഈ ബോർഡും എഴുതിയ കാര്യങ്ങൾ നിർബന്ധമായും എഴുതിയിരിക്കണം. കാരണം ടെസ്റ്റ് നിങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ പഠിക്കാൻ കഴിയില്ല. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെയാണ് ഷോർട്ട് ആക്കിയിട്ട് ടീച്ചർ ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ എല്ലാ കുട്ടികളും ഈ എഴുതിയ കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് 46ൽ എന്തൊക്കെയാണ് സോഷ്യൽ കോൺഫ്ലിക്റ്റ് അഥവാ ക്ലാസിക്കൽ തിയറിസ്റ്റിനെ കുറിച്ച് പറയുന്നത് എന്ന് നോക്കാം. ശ്രദ്ധിക്കൂ. ലൂയിസ് കോഫർ viewed social conflict as a normal and sometimes functional aspect of society. അതായത് ലൂയിസ് കോഫർ സാമൂഹിക സംഘർഷത്തെ അഥവാ സോഷ്യൽ കോൺഫ്ലിക്റ്റിനെ സമൂഹത്തിന്റെ ഒരു സാധാരണയായിട്ടും അതേപോലെ തന്നെ ഉപകാരപ്രദമായ ഒന്നായാണ് കാണുന്നത്. ലൂയിസ് കോഫർ viewed social conflict as a normal and sometimes functional aspect of society. അതായത് ലൂയിസ് കോഫർ സോഷ്യൽ കോൺഫ്ലിക്റ്റിനെ സമൂഹത്തിന്റെ ഒരു നോർമലായിട്ടും സാധാരണമായിട്ടുള്ളതും സമൂഹത്തിൽ ഉപകാരപ്രദമായിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടായിരിക്കാം ലൂയിസ് കോഫർ സോഷ്യൽ കോൺഫ്ലിക്റ്റിനെ അങ്ങനെ കാണാനുള്ള കാരണം? അതായത് നമുക്കറിയാം ചില കാര്യങ്ങൾ നമുക്ക് കോൺഫ്ലിക്റ്റ് സംഘർഷം ഉണ്ടാക്കുമ്പോഴേ നേടിയെടുക്കാൻ കഴിയും. നമുക്കറിയാം നമ്മുടെ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ എന്നാ പറയാ അല്ലെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്നാണ് നമ്മൾ പരാമർശിക്കാറുള്ളത്. അപ്പൊ ആ ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയത് എങ്ങനെയാണ്, സ്വതന്ത്രമായത് എങ്ങനെയാണ്? സ്ട്രഗിളിലൂടെയാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം ലൂയിസ് കോഫർ പറയാണ് ചില കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ എന്ത് സൊസൈറ്റിയിൽ അത്യാവശ്യമാണ്? സ്ട്രഗിള് അത്യാവശ്യമാണ്. ലൂയിസ് കോഫർ viewed social conflict as a normal and sometimes functional aspect of society. സമൂഹത്തില് ഈ സ്ട്രഗിൾ സോഷ്യൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു സാധാരണയായിട്ടുള്ളതും സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഒന്നാണ് എന്നാണ് ആര് പരാമർശിച്ചത്? ലൂയിസ് കോഫർ പരാമർശിച്ചത്. എന്നിട്ട് അദ്ദേഹം എന്താ പറയണേ? He argued that the conflict often arises from relative deprivation rather than absolute poverty. അതേപോലെ തന്നെ പിന്നീട് എന്താ വ്യക്തമാക്കിയത്? റിലേറ്റീവ് ഡിപ്രൈവേഷൻ റാദർ ദാൻ അബ്സല്യൂട്ട് പോവർട്ടിക്ക് കാരണം തന്നെ ഏതന്നെയാണ്? റിലേറ്റീവ് ഡിപ്രൈവേഷൻ ആണ്. റിലേറ്റീവ് ഡിപ്രൈവേഷൻ മൂലമാണ് സംഘർഷങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത് എന്നാണ് ആര് വാദിക്കുന്നത്? ലൂയിസ് കോഫർ വാദിക്കുന്നത്. അപ്പോ റിലേറ്റീവ് ഡിപ്രൈവേഷൻ റാദർ ദാൻ അബ്സല്യൂട്ട് പോവർട്ടി, അബ്സല്യൂട്ട് പോവർട്ടിയെക്കാട്ടിലും ഇവിടെ നിലനിൽക്കുന്നത് റിലേറ്റീവ് ഡിപ്രൈവേഷൻ ആണ്. അതാണ് എന്തിന് കാരണമാകുന്നത്? കോൺഫ്ലിക്റ്റിന് കാരണമാകുന്നത് എന്ന് ആര് വാദിക്കുകയാണ്? ഈ ലൂയിസ് കോഫർ പറയാണ്. People are more likely to protest when they compare their condition with the better of group. അതേപോലെ തന്നെ മറ്റുള്ളവരുമായി സ്വന്തം ജീവിത വ്യവസ്ഥകൾ താരതമ്യം ചെയ്യുമ്പോഴാണ് ആളുകൾ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. ചില സാഹചര്യത്തിൽ ആളുകൾ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത് എന്തുകൊണ്ടാണ് എന്നാ പറയുന്നത്? അവരുടെ ലൈഫ് കമ്പയർ ചെയ്യുമ്പോൾ മറ്റു ഗ്രൂപ്പുകളുമായി ജീവിത സാഹചര്യത്തെ ബെറ്റർ ഓഫ് ഗ്രൂപ്പ് ബെറ്റർ ആയ ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് ചില സാഹചര്യങ്ങളിൽ പീപ്പിൾസ് എന്തിലേക്ക് പോകുന്നത്? കോൺഫ്ലിക്റ്റിലേക്ക് പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ഭരണത്തെയൊക്കെ കമ്പയർ ചെയ്യും അല്ലെ, മറ്റ് രാജ്യങ്ങളിലെ ഭരണവും നമ്മുടെ രാജ്യത്തെ ഭരണവും അങ്ങനെ
കോൺഫ്ലിക്റ്റിനെ വേർതിരിച്ചു. അങ്ങനെ കോൺഫ്ലിക്റ്റ് വിത്ത് ക്ലിയർ റാഷണൽ ആൻഡ് അച്ചീവ്മെന്റ് ഗോൾ. കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് വ്യക്തവും യുക്തിസഹവും നേടാനാകുന്നതുമായ ലക്ഷ്യങ്ങളുള്ളവയാണ് എന്റെ സംഘർഷങ്ങൾ. അപ്പോ ഈ നേച്ചർ ഓഫ് ഗോളിന്റെ ബേസ് ചെയ്തുകൊണ്ട് കോസർ കോൺഫ്ലിക്റ്റിനെ വേർതിരിച്ചു. എന്തൊക്കെയായിട്ടാണ് വേർതിരിച്ചത്? വിത്ത് ക്ലിയർ റാഷണൽ അച്ചീവബിൾ ഗോൾ. നമുക്ക് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് എന്ത് കോൺഫ്ലിക്റ്റ് എന്ന രീതിയിൽ ഇതിനെ വേർതിരിച്ചു. ഈ കോൺഫ്ലിക്റ്റിനെ അദ്ദേഹം വേർതിരിച്ചു. ഇപ്പൊ കോസർ ഡിസ്റ്റിൻഷ് കോൺഫ്ലിക്റ്റ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഗോൾ. അതായത് കോസർ കോൺഫ്ലിക്റ്റിനെ വേർതിരിച്ചു എന്തിന്റെ അടിസ്ഥാനത്തിൽ? ലക്ഷ്യത്തിന്റെ സ്വഭാവത്തിൽ. എന്നിട്ട് കോൺഫ്ലിക്റ്റ് വിത്ത്, കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യുക്തിസഹവും യുക്തിപൂർവമായിരിക്കണം. പിന്നെ എങ്ങനെയാണ്? അച്ചീവബിൾ ഗോൾ. ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയണം. ഇതിന് ഉദാഹരണമാണ് വേജ് ഇൻക്രീസ്. അപ്പൊ കോൺഫ്ലിക്റ്റ് എന്തിനായിരിക്കണം? ഒരു റാഷണൽ ആയിരിക്കണം. അച്ചീവബിൾ ഗോൾ, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയണം. അപ്പോഴേ കോൺഫ്ലിക്റ്റ് കൂടിയിട്ട് കാര്യമുള്ളൂ. നമ്മൾ എന്തിനും സ്ട്രഗിൾ ചെയ്യുമ്പോൾ, എന്തിനും സംഘർഷം ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് കാര്യം വേണം, അതുകൊണ്ട് ഉപകാരം വേണം. അതല്ലാതെ വെറുതെ നമ്മള് ആളുകൾക്ക് ഒരു പരിഹാസ കഥാപാത്രമാവാൻ വേണ്ടി സ്ട്രഗിൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇവിടെയൊക്കെ വളരെയധികം എന്താ പറയുക, നമുക്ക് സമൂഹത്തിലെ ഒരു എന്താ പറയുക, സമൂഹത്തിലേക്ക് ഒരു അറിവാണ് പകരുന്നത് ഈ സോഷ്യോളജിസ്റ്റുകളൊക്കെ. ഇപ്പൊ കോസർ പറയാണ് സ്ട്രഗിള് എന്ന് പറയുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കണം. അതിന്റെ സ്വഭാവം ലക്ഷ്യമായിരിക്കണം. അത് റാഷണൽ ആയിരിക്കണം. അച്ചീവബിൾ ഗോൾ, ലക്ഷ്യം നേടിയെടുക്കാനായിരിക്കണം. എക്സാമ്പിൾ വേജ് ഇൻക്രീസ്. എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സ്ട്രഗിൾ ചെയ്യാൻ പാടുള്ളൂ. ആവശ്യമില്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സ്ട്രഗിളിലേക്ക് പോകരുത്. Tend to be less violent and one's demand are met. It contrasts conflict rooted in emotional, ideological, religious, ethnic issue are often prolonged and violent. അപ്പൊ എന്താണ്? ലക്ഷ്യങ്ങൾ യുക്തിസഹമായിരിക്കണം, അത് നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കണം. മാത്രല്ല പിന്നെ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? Tend to less violent. ലെസ് വയലന്റ് പറഞ്ഞാൽ എന്താണ്? അക്രമാസക്തമായതിന്റെ കുറവ്. ലെസ് വയലന്റ് പറഞ്ഞാൽ അക്രമാസക്തത കുറയ്ക്കുക. എന്തിന്? വയലേഷൻ എന്ന് പറഞ്ഞാൽ അക്രമം. അക്രമം ലെസ് വയലന്റ് പറഞ്ഞാൽ എന്താണ്? അക്രമം കുറയ്ക്കുക. ആവശ്യം നിറവേറ്റണമെങ്കിൽ അവിടെ എന്ത് കുറയ്ക്കണം എന്നാണ് അദ്ദേഹം പറയണത്? വയലേഷൻ ലെസ് ചെയ്യണം. നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഒരിക്കലും അക്രമത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സ്ട്രഗിൾ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? നമുക്കുണ്ട് അത് യുക്തിപൂർവമായിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, ലക്ഷ്യം നേടിയെടുക്കണം. അച്ചീവബിൾ ഗോൾ എന്ന് പറയുന്നത് ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയായിരിക്കണം, യുക്തിപൂർവമായിരിക്കണം. അതിന് ഒരിക്കലും എന്താവശ്യമില്ല? എന്ത് കുറയ്ക്കണം? ലെസ് വയലന്റ്, അക്രമം അവിടെ കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പൊ സ്ട്രഗിൾ ഒരിക്കലും എന്തിലേക്ക് പോകരുത്? അക്രമത്തിലേക്ക് പോകരുത്. അവിടെ വയലേഷൻ ലെസ് ചെയ്യാണ് വേണ്ടത്. കൂടാതെ പിന്നെന്താണ് അദ്ദേഹം അവിടെ വ്യക്തമാക്കുന്നത്? ആവശ്യം നിറവേറ്റപ്പെടുമ്പോൾ അത് അവസാനിക്കുകയും വേണം. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ ആ സ്ട്രഗിൾ അവിടെ എന്ത് ചെയ്യപ്പെടുകയും വേണം? അവസാനിക്കുകയും വേണം. In contrast, conflict rooted in emotional, ideological, religious, ethnic issues are often prolonged and violent. അതേപോലെ തന്നെ മത, ജാതി, വംശീയ, വികാരപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ ദീർഘകാലവും അക്രമാസക്തമാക്കാൻ സാധ്യതയുണ്ട്. അപ്പോ ഏതൊക്കെയാണ് അക്രമ രീതിയിലേക്ക് പോകാറുള്ളത്? ഏതൊക്കെ സ്ട്രഗിളാ? ഏതൊക്കെ തരത്തിലുള്ള സ്ട്രഗിളാണ് അക്രമാസക്തമാകുന്നത്? റിലീജിയസ്, അതേപോലെ തന്നെ മതപരമായിട്ടും ജാതിപരമായിട്ടും വംശീയപരമായിട്ടും വികാരപരമായിട്ടുള്ള ചില സ്ട്രഗിളാണ് വയലേഷൻസിക്ക് പോവുക. പക്ഷെ അക്രമം കൊണ്ടൊന്നും നേടിയെടുക്കില്ല. നമ്മളുടെ സ്ട്രഗിൾ എന്തിനായിരിക്കണം? അച്ചീവബിൾ ഗോൾ, ലക്ഷ്യം അച്ചീവബിൾ ആക്കാനാണ്, നമ്മൾ ലക്ഷ്യം നേടിയെടുക്കാനാണ് സ്ട്രഗിൾ ചെയ്യേണ്ടത്. അതല്ലാതെ അക്രമം കാണിക്കാനല്ല സ്ട്രഗിൾ പ്രകടിപ്പിക്കേണ്ടത് എന്നാണ് ആര് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നത്? ലൂയിസ് കോസർ. ഒരിക്കലും അക്രമം
ഓർഗനൈസേഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഭാഗങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, കാരണം അത്രയും ഷോർട്ട് ആക്കിയിട്ടാണ്. വലിയൊരു എസ്സേ ആണ് കേട്ടോ, 20 മാർക്കിന് ചോദിക്കാവുന്ന വലിയൊരു എസ്സേ ആണ് ഈ എടുത്തു തന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഈ 3 പേജുകളിലായി ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതിയെടുക്കുക, നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എടുക്കാനുള്ള ടോപ്പിക്ക് മോഡേൺ കോൺഫ്ലിക്റ്റ് സ്കൂളാണ്. ആധുനിക സംഘർഷ സ്കൂൾ മോഡേൺ കോൺഫ്ലിക്റ്റ് സ്കൂളിനെ കുറിച്ചാണ് നമ്മൾ ഇനി അനലൈസ് ചെയ്യുന്നത്. അതെന്താ എന്ന് നമുക്ക്